ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റോഡ് ലീഗലായിട്ടുള്ള ഹൈ പെർഫോമൻസ് കാറിനെ കുറിച്ചാണ്, ഏരിയൽ ആറ്റം. 2000 തുടങ്ങിയ പ്രൊഡക്ഷൻ ഇന്ന് വരെ, അതായത് 2025 ആയപ്പോഴത്തേക്കും ഏകദേശം 7 ജനറേഷൻസ് ഈ കാർ ഇറക്കിയിട്ടുണ്ട്. നോർമൽ കാർസിൽ നിന്ന് ഇത് വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എക്സ്റ്റീരിയർ ഷെൽസ് ഇതിലില്ല. അതായത് ഇതിൽ ഫ്രെയിം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് ഒരു എക്സോസ്കെലിട്ടൺ പോലെ. ഇതിനൊരു ഡോറോ അല്ലെങ്കിൽ റൂഫോ വിൻഡോയോ അങ്ങനെ ഒന്നും ഇതിനില്ല. കോവൻട്രി യൂണിവേഴ്സിറ്റിയിലെ ഒരു ട്രാൻസ്പോർട്ട് ഡിസൈൻ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിലൂടെയാണ് ഈ ആറ്റം എന്ന മോഡലിലെ ഡിസൈൻ്റെ തുടക്കം. നിക്കി സ്മാർട്ട് എന്ന ആ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ തൻ്റെ സീനിയർ ട്രാൻസ്പോർട്ട് ലെക്ചറായ സൈമൺ സാൻഡേഴ്സും കൂടെ ചേർന്ന് വിവിധ സ്പോർട്സ് കാർ കമ്പനീസിന് ഈ മോഡൽ സജസ്റ്റ് ചെയ്ത്. ആദ്യം തന്നെ എല്ലാ കമ്പനീസും റിജക്റ്റ് ചെയ്യാനുണ്ടായത്. എന്നാൽ തൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച സൈമൺ 1991 തൻ്റെ സ്വന്തം കമ്പനിയായ സോളോ ക്രസ്റ്റ് ലിമിറ്റഡ് തുടങ്ങി. പിന്നീട് ഈ കമ്പനിയാണ് 1999 ഏരിയൽ മോട്ടോർ കമ്പനി ലിമിറ്റഡ് എന്ന് റീനെയിം ചെയ്യപ്പെട്ടത്. അങ്ങനെ 1996 ഒക്ടോബറിൽ ബ്രിമിംഗ്ഹാമിൽ വെച്ച് നടന്ന ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ മോട്ടോർ ഷോയിൽ അവരവരുടെ സ്വപ്ന വാഹനമായ ഏരിയൽ ആറ്റം ലോഞ്ച് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊന്ന് നോക്കാം. ആറ്റം എന്ന മോഡൽ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ലോട്ടസിൻ്റെ എഞ്ചിനീയേഴ്സാണ്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സീറ്റ് റേസിംഗ് കാറിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. ഈ ആറ്റം എന്ന മോഡലിലെ സക്സസ് എന്താണെന്ന് വെച്ചാൽ ഇവർ ടൈം ടു ടൈം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൾമോസ്റ്റ് 7 ജനറേഷൻസാണ് ഈ മോഡലിനുള്ളത്. ഇതിലെ ഫസ്റ്റ് ജനറേഷൻ കാർ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറലി ആസ്പയർഡ് 1.8 ലിറ്റർ റോവർ കെ സീരീസ് എഞ്ചിനായിരുന്നു. ഇതൊരു 190 ഹോഴ്സ് പവർ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 2003 സെക്കൻഡ് ജനറേഷനായിട്ടുള്ള ഏരിയൽ ആറ്റം 2 ലോഞ്ച് ചെയ്തത്. നാച്ചുറലി ആസ്പയർഡ് ആയിട്ടുള്ള എഞ്ചിൻ ചേഞ്ച് ചെയ്ത് ഒരു സൂപ്പർ ചാർജർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു 2 ലിറ്റർ സൂപ്പർ ചാർജ് ഹോണ്ട ടൈപ്പ് ആർ സിവിക്കിൻ്റെ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരുന്നത്. 300 ഹോഴ്സ് പവർ ആയിരുന്നു ഇതിൻ്റെ ഔട്ട്പുട്ട്. തേർഡ് ജനറേഷനായിട്ടുള്ള ആറ്റം 3 വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ചാർജ് ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിൻ കൊടുത്തവർ. തൊട്ടടുത്ത വർഷം തന്നെ ഇതിൻ്റെ 4th ജനറേഷനായിട്ടുള്ള ആറ്റം 500 ഇറക്കി. ഇത്തവണ കുറച്ചധികം അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നു. ഒരു 3 ലിറ്റർ V8 എഞ്ചിൻ, ഔട്ട്പുട്ട് 500 ഹോഴ്സ് പവർ. പിന്നെ കാസിൻ്റെ വെയിറ്റ് കുറക്കാനായിട്ട് പാനൽസൊക്കെ കാർബൺ ഫൈബർ ആക്കി. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കൊടുത്തു. ഇതിൽ എഞ്ചിൻ മാത്രം 90 കിലോ. ആകെ മൊത്തം കാറിൻ്റെ വെയിറ്റ് 550 കിലോ മാത്രമായിരുന്നു. വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ 0 to 100 in 2.3 seconds. ഇനി 5th ജനറേഷനായിട്ട് ആറ്റം 3.5R. ഇത് ആദ്യത്തെ ഒരു മോഡലിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിലും ഒരു 2 ലിറ്റർ സൂപ്പർ ചാർജ്ഡ് ആയിട്ടുള്ള ഹോണ്ട എഞ്ചിനാണ് കൊടുത്തത്. അപ്പോൾ 0 to 100 in 2.6 seconds. ടോപ്പ് സ്പീഡ് 249 km/h. ഇനി 6th ജനറേഷൻ ആയപ്പോഴത്തേക്കും ആറ്റം 3S എന്ന മോഡൽ ഇറക്കി. ഇതിലോട്ട് ഒരു ടർബോ ചാർജർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു വീണ്ടും, വിച്ച് പ്രൊഡ്യൂസ് 365 ഹോഴ്സ് പവർ. അതുപോലെ 0 to 100 in 2.8 seconds. പിന്നെ 2018 ആയപ്പോഴേക്കും ഇതിൻ്റെ 7th ജനറേഷൻ ആയിട്ടുള്ള ഏരിയൽ ആറ്റം 4 ഇറക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ആർ സിവിക്കിൻ്റെ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2020 ബ്രിട്ടൻസ് ബെസ്റ്റ് ഡ്രൈവേഴ്സ് കാറായി ആറ്റം 4നെയാണ് സെലക്ട് ചെയ്തത്. ഈ ഒരു കാർ കണ്ടപ്പോഴത്തേക്ക് ഒരു ഫോർമുല 1 കാറാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇതിലൊന്ന് കയറി ഇരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു തൊടാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാർ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.